നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റോക്ക് ആവറേജ് സ്റ്റോക്ക് ഫിഫോ ലിഫോ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ആവറേജ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സെഷനിൽ നമ്മൾ നോക്കുന്നത്. വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഡേറ്റ് ഉണ്ട്, റെസിപ്റ്റ് ഉണ്ട്, റേറ്റ് ഉണ്ട്, ഇഷ്യൂ ഉണ്ട്. 2/8/2021 എന്ത് സംഭവിക്കുന്നു? പ്രോബ്ലം പറയുന്നത് നോക്കി നോക്കാം. 200 യൂണിറ്റ് 2 രൂപയാണ് വന്നിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലിഫോയിലൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മളതിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഓപ്പണിംഗ് ബാലൻസ് വെച്ചുകൊണ്ട് തന്നെ ഇതിൽ ഓപ്പണിംഗ് ബാലൻസ് സോ 200 യൂണിറ്റ് ആണ്. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റി കോളത്തിൽ എന്ത് ചെയ്യുന്നു? ആ എമൗണ്ട് കാണിക്കുന്നു. എത്ര രൂപയാണ്? 2 രൂപയാണ്. നേരെ എമൗണ്ട് മീൻസ് ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് എമൗണ്ട് ആണെന്ന് അറിയാം. 400 രൂപയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 200 ഇൻറ്റു 2 എന്ന് പറയുന്നത് 400 രൂപയാണ്. ദെൻ ഇവിടെ ബാലൻസ് കോളത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ ക്വാണ്ടിറ്റി ഏത് കോളമില്ല, റേറ്റ് കോളമില്ല. അപ്പൊ നമുക്ക് ആകെ അറിയേണ്ടത് ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് നോക്കുക, അത് കൊണ്ടുവന്നിട്ട് അവിടെ എഴുതുക. റേറ്റ് എമൗണ്ട് കോളം എടുക്കുക, ആ എമൗണ്ട് കോളം നേരെ എന്ത് ചെയ്യുക? എമൗണ്ടിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് എഴുതുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവിടെ റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നോക്കുക, നമ്മൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏതാണ്? തൊട്ടടുത്ത ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? റെസിപ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഡേറ്റ് എടുക്കുന്നു. ആ ഡേറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതുന്നു. എത്രയാണോ നമ്മുടെ റെസിപ്റ്റ്, 300 യൂണിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്ന റെസിപ്റ്റിൽ വരുന്നത്. ആ 300 യൂണിറ്റ് കാണിക്കുന്നു. ദെൻ റേറ്റ് കോളത്തിൽ നമുക്ക് വരുന്നത് 2 രൂപ 40 പൈസയാണ്. ദെൻ 300 ഇൻറ്റു 2 രൂപ 40 പൈസ എന്ന് പറയുന്നത് 720 രൂപയാണ്. ഓക്കെ, അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബാലൻസ് കോളത്തിൽ ഇതിനെടുത്ത് കാണിക്കണമല്ലോ. അപ്പൊ ബാലൻസ് കോളത്തിലേക്ക് നമ്മൾ എടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടു മുകളിലെ എത്ര 200 ക്വാണ്ടിറ്റിയും കൂട്ടുക. കിട്ടിയാൽ കിട്ടുന്ന ഉത്തരം 500 യൂണിറ്റ് ആണ്. ആ 500 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ക്വാണ്ടിറ്റി കോളത്തിൽ കാണിക്കാം. ക്ലിയർ? അപ്പോ ഒരു സ്റ്റോക്ക് മുകളിലെ സ്റ്റോക്ക് അന്ന് പർച്ചേസ് ചെയ്ത ആ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പൊ യൂണിറ്റ് കോളത്തിൽ അത് കിട്ടും. ഇനി എമൗണ്ട് കോളത്തിലോ തൊട്ടു മുകളിലെ 400 യൂണിറ്റും പ്ലസ് തൊട്ട് അന്നത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞത് 720 യൂണിറ്റ് ആണല്ലോ. അപ്പൊ അതും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാം? ആ എമൗണ്ട് അവിടെ കാണിക്കുക ചെയ്യാം. അപ്പൊ 1120 രൂപ നമുക്ക് കിട്ടും. ഇപ്പോ നമ്മളെ കയ്യിൽ ഇന്നത്തെ ദിവസം എന്തുണ്ട്? 500 യൂണിറ്റ് ആണ് ബാലൻസ് ഉള്ളത്. ദെൻ 1100 രൂപയാണ്, 1120 രൂപയാണ് എമൗണ്ട് ആയിട്ടുള്ളത്. യൂണിറ്റ് ക്വാണ്ടിറ്റി 500 യൂണിറ്റ് ഉണ്ട്. ദെൻ 1120 ഉണ്ട്. ഇനി ഇവിടെ നോക്കുക, 15-ാം തീയതി എന്ത് സംഭവിക്കുന്നു? ഇഷ്യൂ ചെയ്യും. അപ്പോ നേരത്തെ ചെയ്ത അതേ രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുള്ളൂ. എങ്ങനെ? ആ നേരെ വരിക. നമ്മൾ എത്ര യൂണിറ്റ് ആണ്? 250 യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുകളിൽ എത്രയുണ്ട്? 500 യൂണിറ്റ് ഉണ്ട്. 580 രൂപ 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് റേറ്റ് തന്നിട്ടില്ല. അപ്പൊ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. റേറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ 2 കോളം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ കേഴ്സർ വെച്ച കോളം 2 രൂപയും 2 രൂപ 40 പൈസയും ഉണ്ടല്ലോ. അങ്ങനെ 2 സ്റ്റോക്കാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? 2 രൂപയോടൊപ്പം 2 രൂപ 40 പൈസ കൂട്ടിയതിന് ശേഷം എത്ര കൊണ്ട് ഹരിക്കുക? 2 കൊണ്ട് ഹരിക്കുക. കാരണം 2 സ്റ്റോക്കേ ഉള്ളൂ. 3 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ 3 എണ്ണം വരും. 4 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 4 എണ്ണം വരും. നമ്മളതിൽ ആകെ 2 സ്റ്റോക്കേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 2 യൂണിറ്റേ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ 2 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര? 2 രൂപ 20 പൈസ കിട്ടും. ഈ 2 രൂപ 20 പൈസ നമ്മൾ എന്ത് ചെയ്യാം? 250 യൂണിറ്റ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് 550 ആണ് കിട്ടുക. ഈ 550 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ നമുക്ക് എത്ര ഉണ്ടായിരുന്നു? 500 യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ 500 യൂണിറ്റ് ഇഷ്യൂ ചെയ്ത് എത്ര യൂണിറ്റ് ആണ്? 250 യൂണിറ്റ് ആണ്. അപ്പൊ അത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര ഇനി ബാലൻസ് ഉള്ളൂ? 250 യൂണിറ്റേ ഉള്ളൂ. അപ്പൊ യൂണിറ്റ് 250 ആയി. ഇനി എമൗണ്ട് എങ്ങനെ കാണാം? 1120 രൂപയാണ് നമുക്ക് മുകളിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 550 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. 550 രൂപയുടെ സംഭവം ഇഷ്യൂ ചെയ്താൽ ബാലൻസ് എത്ര വരും? 570 രൂപ വരും.
സോ ഇപ്പൊ നമ്മളെ കയ്യിൽ എത്രയാണ് 250 യൂണിറ്റും ഉണ്ട്, 570 രൂപയും നമ്മളെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കി നോക്ക്. 18-ാം തീയതി നമ്മൾ പുതിയത് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. 18-ാം തീയതി പുതിയ പർച്ചേസ് അടക്കുമ്പോൾ സാധാ പോലെ എന്ത് ചെയ്യുക, 250 യൂണിറ്റ് കാണിക്കുക. ദെൻ എത്ര രൂപക്കാണ് വാങ്ങിക്കുന്നത്, 2 രൂപ 60 പൈസക്കാണ് വാങ്ങിക്കുന്നത്. ദെൻ 250 60 പൈസ എന്ന് പറയുന്നത് എത്രയാണ്, 650 രൂപയാണ്. നേരെ എവിടേക്ക് പോകുന്നു, ബാലൻസ് കോളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലെ ബാലൻസ് 250 ഉണ്ടായിരുന്നു, അതിൽ കൂടെ ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ യൂണിറ്റ് എത്ര വേണ്ട, ഇപ്പൊ നമ്മളെ കയ്യിൽ 500 യൂണിറ്റ് വരുന്നു. ദെൻ 570 രൂപയാണ് മുന്നിൽ നമ്മളെ മുന്നേ ബാലൻസ് ഉണ്ടായിരുന്നത്. അത് 650 രൂപ ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 1220 രൂപ വരും. ക്ലിയർ? 1220 രൂപ 500 യൂണിറ്റ് ആണ് നമ്മളെ കയ്യിൽ ബാലൻസ് ഉള്ളത്. ഇനി നമുക്ക് ഏതാ പ്രോബ്ലം ചെയ്യാൻ, ഇഷ്യൂ ചെയ്യാനുണ്ട്. ഇപ്പൊ 20-ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നേരെ എവിടേക്ക് വരാം, ഇഷ്യൂ കോളത്തിലേക്ക് തന്നെ വരാം. റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ 500 ഫസ്റ്റത്തെ സ്റ്റോക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം 200 യൂണിറ്റ് ആണ് അല്ലെ. ആ 200 യൂണിറ്റ് നിന്ന് എന്താ പറയാ, 200 യൂണിറ്റിനോടൊപ്പം 300 യൂണിറ്റ് നമ്മൾ കൂട്ടി. ആ 200 യൂണിറ്റോട് 300 യൂണിറ്റ് കൂട്ടിയപ്പോൾ ടോട്ടൽ 500 യൂണിറ്റ് വന്നിട്ടുണ്ടാകും. ആ 500 യൂണിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇഷ്യൂ ആയിട്ട് 250 കൊടുത്തു. ബാക്കി 250 യൂണിറ്റ് നമുക്ക് എന്തുണ്ടായിരുന്നുള്ളൂ, ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഈ കോളം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റത്തെ സ്റ്റോക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തത് കൊണ്ട് തന്നെ അതിന്റെ പ്രൈസ് പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്യാം. എന്നതിന് ശേഷം എന്ത് ചെയ്യാം, 2 രൂപ 40 പൈസ കൂട്ടണം 2 രൂപ 60 പൈസ ഡിവൈഡഡ് ബൈ 2. 2 സ്റ്റോക്കേ ഉള്ളൂ, 300-ന്റെയും അതേപോലെ 250-ന്റെയും സ്റ്റോക്കേ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇഷ്യൂ ചെയ്യുമ്പോൾ 2 രൂപ 40 പൈസ കൂട്ടണം 2 പൈസ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിൽ ചെയ്തത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 2 രൂപ 50 പൈസ നമുക്ക് ഉത്തരം കിട്ടും. 2 രൂപ 50 പൈസ നമുക്ക് ഉത്തരം കിട്ടും. അതിനെ എത്ര 400 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എമൗണ്ട് കോളം. അപ്പൊ എത്ര കിട്ടുക, 400 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 500 രൂപ കിട്ടും. ഇനിയോ നമ്മളെ കയ്യിൽ 500 യൂണിറ്റ് ഉണ്ടായിരുന്നത്, ബാലൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. മുന്നേ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നത് എത്ര കൊടുത്തു, 200 യൂണിറ്റ് കൊടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ബാലൻസ് 300 ഉള്ളൂ. ദെൻ 1220 നിന്ന് നമ്മൾ എത്ര കൊടുത്തു, 500 യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇനി എമൗണ്ട് ആയിട്ട് നമുക്ക് ബാലൻസ് 720 രൂപയാണ് ഉണ്ടാവുക. സോ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ലെഡ്ജർ, സോഴ്സ് ലെഡ്ജർ ആൻഡ് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഷ്യൂ ചെയ്യുമ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയൊക്കെ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം, എന്നതിന് ശേഷം മാത്രം ചെയ്യാം. ഈ ഫസ്റ്റത്തെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഈ 250 ഇഷ്യൂ ചെയ്തതിന് പകരം 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നുള്ളെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റോക്കിൽ എത്ര ബാലൻസ് ഉണ്ടാവും, 100 ബാലൻസ് ഉണ്ടായിരിക്കും. ആ 100 അപ്പോൾ നമ്മൾ പ്രൈസ് പുതിയ ഇഷ്യൂവിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 രൂപയും കൂട്ടേണ്ടി വരും, 2 രൂപ 40 പൈസയും കൂട്ടണം, 2 രൂപ 60 പൈസയും കൂട്ടണം, ഡിവൈഡ് ബൈ 3 വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ.